പുരുഷന്മാർക്കെതിരെ ഫേക്ക് അലിഗേഷൻ വരുന്നു ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതെ കണ്ടിട്ടുണ്ട്. അതെന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ് അത്. ചില ആൾക്കാർ സ്ക്രീൻ ഫേസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. ചില ആൾക്കാർ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു അതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാം. മേബി അവർക്കിപ്പോ ചെറിയ കാര്യങ്ങൾ പോലും ഒരു നെഗറ്റീവായിട്ട് ചിലപ്പോൾ അവരുടെ മനസ്സിൽ തോന്നും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഈ സെയിം സംഭവം പുറത്താണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത്രയും വിഷമം കാര്യങ്ങളുണ്ടാകും. ഈ മൈൻഡ് ഗെയിം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഫിസിക്കൽ ടാസ്കുകളും. അപ്പൊ ഫിസിക്കൽ ടാസ്കിൽ ടച്ച് ചെയ്തെന്നൊക്കെ പറഞ്ഞാണ് കൂടുതലും കംപ്ലൈന്റ്സുകൾ വരുന്നത്. അപ്പൊ അത് ഗെയിമിനെ ബാധിക്കത്തില്ലേ? അത് ഗെയിമിനെ ബാധിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു പാർട്ട് ഓഫ് ഗെയിം എന്ന രീതിയിൽ അത് എടുത്തു പോകാനേ നമുക്ക് പറ്റുള്ളൂ. ഫിസിക്കൽ ടാസ്ക് ഉണ്ടായിരിക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ നമ്മൾ ബിഗ് ബോസ് പോകുന്നത്. അവിടെ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, ഫിസിക്കൽ ടാസ്ക് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതെല്ലാം നേരിടാൻ മനോധൈര്യമുള്ള ഒരാളാണല്ലോ 100ാമത്തെ ദിവസം എത്തും. അല്ല, അത് അലിഗേഷനിലേക്ക് മാറി കഴിയുമ്പോഴത്തേനും അത് ഗെയിമിനെ ബാധിക്കത്തില്ലെന്ന് ചോദിച്ചേ. ടച്ച് ചെയ്യുന്നുള്ള അലിഗേഷൻ ബാധിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഗെയിമിനെ ബാധിക്കാതിരിക്കാനാണ് എല്ലാ വീക്കും ഇപ്പം കഴിഞ്ഞ സീസണെക്കാട്ടിലും കാലഘട്ടം എല്ലാ വീക്കും എല്ലാ കാര്യങ്ങൾക്കും പ്രോപ്പർ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നപോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെയുള്ള ഒരു അലിഗേഷൻ കാരണം ഷോയിനെ ബാധിക്കരുത്, പുറത്ത് കാണുന്ന വ്യൂവേഴ്സിനെ മൈൻഡ് സെറ്റിനെ ബാധിക്കരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കും എല്ലാത്തിനും പ്രോപ്പർ ആയിട്ടൊരു ആൻസർ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞ സീസണിനെക്കാട്ടിലും ഈ സീസണിൽ കുറച്ച് കൂടുതലായിട്ട് തോന്നി. നല്ല കാര്യമാണ്. ഇല്ല, എന്റെ സ്വഭാവത്തിന് മോശക്കാൻ ടി വി കൂടെ കണ്ടോണ്ടിരിക്കാൻ നമുക്കൊന്നും മനസ്സിലാവില്ലല്ലോ. എനിക്ക് ഷോ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. അറിയില്ല, നമ്മളത് കാണുന്നില്ലല്ലോ. അതുപോലെ തന്നെ പറയുന്നൊരു കാര്യമാണ്, പ്രേക്ഷകർ പറയുന്നൊരു കാര്യമാണ്, ലാലേട്ടനോട് മത്സരാർത്ഥികൾക്ക് ഒരു റെസ്പെക്ട് ഇല്ല എന്നുള്ളത് ഇപ്രാവശ്യത്തെ. അപ്പൊ അത് അങ്ങനെ തോന്നിയിട്ടില്ല. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു ഈ പറയുന്ന കളിയാക്കി സംസാരിക്കുന്നതിന്റെ കൂട്ടൊക്കെ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് സത്യമാണ്. ഈ പ്രാവശ്യം ബിഗ് ബോസിൽ ഫുഡ് എല്ലാവരും വളരെ കുറച്ചു കൊടുത്ത് അടി ഉണ്ടാക്കിയാൻ നോക്കുന്നത്. ഭക്ഷണം എല്ലാവർക്കും ഭക്ഷണം ഓൾറെഡി വീട് വിട്ട് നിൽക്കുന്നു. ഇവിടെ വേണ്ടപ്പെട്ടവരെ കാണാത്തതിന്റെ വിഷമം, അതിന്റെ കൂടെ മറ്റേ വിശക്കുമ്പോൾ നിങ്ങളെല്ലാവരും എന്ന് പറയുന്നതിന്റെ വിട്ട് വിശപ്പ് വരുമ്പോ എല്ലാ മനുഷ്യനും അതിന്റെ കൂടെ ഫ്രസ്ട്രേഷൻ കയറും. എല്ലാവരും ഗെയിമിന്റെ പാർട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. റേഷൻ വളരെ കുറച്ചാണ് കിട്ടുന്നത്. ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ അടി ഉണ്ടായത് അടുക്കളയിൽ തന്നെയാണ്, കിച്ചണിൽ തന്നെയാണ്. കിച്ചണിലാണ് കൂടുതലും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. റിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് കണ്ടതിൽ ഏറ്റവും വലിയ മത്സരാർത്ഥി ഞാനാണ്. എന്നോട് യോജിക്കുന്നുണ്ട്? ഒരിക്കലും ഇല്ല. അതിനെക്കാട്ടിലും ഒരുപാട് ഗെയിം ചേഞ്ച് ചെയ്യുന്ന ആള്. ഒരുപാട് ഗെയിം ചേഞ്ചേഴ്സ് നമ്മുടെ ഈ കഴിഞ്ഞ ഇത്രയും സീസണിൽ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. നമുക്ക് ഒരാളെ മാത്രമായിട്ട് അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അത് ആ വ്യക്തിയുടെ വിശ്വാസമായിരിക്കാം. കണ്ടു നിൽക്കുന്നതിന്റെ അഭിപ്രായം ചിലപ്പോൾ അതായിരിക്കില്ല. റിയാസിന്റെ സ്വഭാവം നെവിന്റെ സ്വഭാവം എന്തെങ്കിലും സാമ്യം തോന്നുന്നു? കഴിഞ്ഞ സീസണില് എനിക്ക് തോന്നുന്നു റിയാസ് ആയിരുന്നു ഇതുപോലെ കുറച്ച് കൂടുതൽ കോമഡി കണ്ടന്റുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് അങ്ങനത്തെ കണ്ടന്റ് കൊടുത്തോണ്ടിരുന്ന റിയാസ് ആയിരുന്നു. അപ്പൊ അതിന് പകരം നിവിനാണ്. നിവിൻ നല്ലതാണ്, നല്ലൊരു എന്റർടൈൻമെന്റ് ആണ്. നിവിന്റെ കാര്യങ്ങൾ കാണുന്നതും ക്യാമറയോട് സംസാരിക്കുന്നതും ഒക്കെ കാണുമ്പോൾ നല്ല രസമാണത്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ പൊട്ടിക്ക് ഓവർ ആവുന്നുണ്ടോ? കാരണം ആര്യനൊക്കെ ഫുഡിൽ ഉപ്പ് വാരിയിടുക, അങ്ങനെ അതിനൊക്കെ റോങ് മെസ്സേജ് അല്ലേ അതൊക്കെ? അതൊക്കെ കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അത് അവരുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ട്, ആര്യനും ഗിസയിലൊക്കെ. എനിക്ക് പേഴ്സണലി ആര്യന്റെ ഒരു ക്യാരക്ടർ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ഞാൻ പേഴ്സണലി അതിനോട് ഈ പറഞ്ഞ കുറച്ച് കുട്ടികളിൽ കൂടുതലുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ജിസയില് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റന്റ് അല്ല. പുള്ളിക്കാരത്തി കുറച്ച് കൂടുതൽ പരിഗണനകൾ കിട്ടുന്നത് പോലെ നമ്മൾ പ്രേക്ഷകർ പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പറഞ്ഞാലും മേക്കപ്പ് ഇല്ലാതിരുന്ന സമയത്ത് ജിസയില് മാത്രം ഫുൾ മേക്കപ്പ്. ഈ പറയുന്ന പോലെ എല്ലാവരും അവിടുത്തെ യൂണിഫോം പോലത്തെ പന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ജിസയില് മാത്രം നല്ല ഡ്രസ്സുകൾ. അതെങ്ങനെ കിട്ടിയെന്നുള്ള ചോദ്യം കുറെ റീലുകളിൽ കമന്റുകൾ ഉണ്ടായിരുന്നു. ഞാനും എന്റെ മനസ്സിൽ ചോദിച്ചിട്ടുണ്ട്, ഈ ആൾക്ക് മാത്രം എങ്ങനെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ കിട്ടുന്നു എന്നുള്ളത്. ഒരിക്കലല്ല, പുറത്തുനിന്ന് വന്നതിന്റെ പരിഗണന അല്ലേ. നമ്മൾ മലയാളം ഷോ ആണെന്ന് അറിഞ്ഞിട്ടല്ലേ വരുന്നത്. അപ്പൊ പിന്നെ അതൊരു പ്രത്യേകിച്ച് പരിഗണന കൊടുക്കാൻ പറ്റില്ലല്ലോ. ബാക്കിയുള്ളവരും അതുകൊണ്ട് നിൽക്കുന്നതായിരുന്നു. ബിഗ് ബോസിൽ ഒരു അവസരം കിട്ടിയാൽ പോവോ? ബിഗ് ബോസിൽ ഒരു അവസരം കിട്ടിയാല് ഇതിനു മുമ്പ് എനിക്ക് ഒരു വിളി വന്നിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ സമയത്ത്. ആ സമയത്ത് ഇതുപോലെ ഞാൻ വിചാരിച്ചു അത്യാവശ്യം കുറച്ചൊരു സ്നേഹം ആക്സെപ്റ്റൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഉള്ളത് പോലെ ഇനി ഉള്ളതും കൂടെ കളയണമെന്നൊരു ചിന്താഗതി കൊണ്ടാണ് ഞാൻ അന്ന് പോവാതിരുന്നത്. ഇപ്പൊ ഇതുവരെയും പോകുന്നില്ല എന്നുള്ള തീരുമാനമാണ്. ഇനി അടുത്ത വർഷം എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇതുപോലെ പോയില്ല എന്ന് പറഞ്ഞ എല്ലാ ആൾക്കാരും ഇപ്പൊ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറച്ചു പറയുന്നില്ല. ഇതുവരെ തീരുമാനം അങ്ങനെയാണ്. നാളെ ഇനി എന്താവുമെന്ന് എനിക്കറിയില്ല.